നമ്മൾ നമ്മളുടെ കുട്ടികളെ കിടത്താറുണ്ടല്ലോ, ഉറക്കാറുണ്ടല്ലോ. അതായത് കിടക്കുവാനായിട്ട് നമ്മൾ അവരെ പല്ല് തേൽപ്പിക്കാറുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേൽപ്പിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ അവരെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് ഉറങ്ങുവാനായിട്ട് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ടുകൾ പാടിക്കൊടുക്കും. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ഉറക്കുക, കിടത്തുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് പുട്ട് മൈ കിഡ്സ് ടു ബെഡ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഐ നീഡ് ടു പുട്ട് മൈ കിഡ്സ് ടു ബെഡ്. എനിക്ക് എൻ്റെ കുട്ടികളെ ഉറക്കണം, കിടത്തണം. ഐ നീഡ് ടു പുട്ട് മൈ കിഡ്സ് ടു ബെഡ്. ഐ നീഡ് ടു പുട്ട് മൈ കിഡ്സ് ടു ബെഡ് ബിഫോർ ദേ ഗെറ്റ് ടു ടയേർഡ്. എൻ്റെ കുട്ടികൾ തീരെ തളർന്നു പോകുന്നതിന് മുമ്പ് എനിക്ക് അവരെ കിടത്തണം, ഉറക്കണം. ഐ നീഡ് ടു പുട്ട് മൈ കിഡ്സ് ടു ബെഡ് ബിഫോർ ദേ ഗെറ്റ് ടു ടയേർഡ്. നെക്സ്റ്റ്, ഐ ആൾവേസ് പുട്ട് മൈ കിഡ്സ് ടു ബെഡ്. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെ കിടത്താറുണ്ട്, ഉറക്കാറുണ്ട്. ഐ ആൾവേസ് പുട്ട് മൈ കിഡ്സ് ടു ബെഡ്. നെക്സ്റ്റ്, എവറി നൈറ്റ്, എല്ലാ ദിവസവും രാത്രി ഐ പുട്ട് മൈ കിഡ്സ് ടു ബെഡ് അറ്റ് 8 o'clock. 8 മണിക്ക് ഞാൻ എൻ്റെ കുട്ടികളെ കിടത്തും, ഉറക്കും. ഐ പുട്ട് മൈ കിഡ്സ് ടു ബെഡ് അറ്റ് 8 o'clock. നെക്സ്റ്റ്, ഇറ്റ്സ് ടൈം ടു പുട്ട് മൈ കിഡ്സ് ടു ബെഡ്, ദേ ഹാവ് സ്കൂൾ ടുമോറോ. എൻ്റെ കുട്ടികളെ കിടത്തുവാനുള്ള സമയമാണിത്. ദേ ഹാവ് സ്കൂൾ ടുമോറോ. അവർക്ക് നാളെ സ്കൂളുണ്ട്. നെക്സ്റ്റ്, ഐ പുട്ട് മൈ കിഡ്സ് ടു ബെഡ് early സോ ദേ ക്യാൻ ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. എൻ്റെ കുട്ടികളെ ഞാൻ നേരത്തെ തന്നെ കിടത്തി, സോ ദേ ക്യാൻ ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അതുകൊണ്ട് അവർക്ക് നല്ല ഉറക്കം കിട്ടും. നെക്സ്റ്റ്, മൈ കിഡ്സ് ആൾവേസ് ആസ്ക് ഫോർ എ ബെഡ് ടൈം സ്റ്റോറി ബിഫോർ ഐ പുട്ട് ദം ടു ബെഡ്. എൻ്റെ കുട്ടികളെ കിടത്തുന്നതിന് മുമ്പ്, ഉറക്കുന്നതിന് മുമ്പ് അവരെപ്പോഴും എന്നോട് ബെഡ് ടൈം സ്റ്റോറി ചോദിക്കും. മീൻസ് ഒരു കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് പറയും. മൈ കിഡ്സ് ആൾവേസ് ആസ്ക് ഫോർ എ ബെഡ് ടൈം സ്റ്റോറി ബിഫോർ ഐ പുട്ട് ദം ടു ബെഡ്. നെക്സ്റ്റ്, സംടൈംസ് ഇറ്റ്സ് എ ചലഞ്ച് ടു പുട്ട് ദ കിഡ്സ് ടു ബെഡ് ഓൺ ടൈം. ചില സമയത്ത് കുട്ടികളെ കറക്റ്റ് സമയത്ത് കിടത്തുന്നത് ഒരു ചലഞ്ചാണ്. സംടൈംസ് ഇറ്റ്സ് എ ചലഞ്ച് ടു പുട്ട് ദ കിഡ്സ് ടു ബെഡ് ഓൺ ടൈം. നെക്സ്റ്റ്, വാട്ട് ടൈം ഡു യു പുട്ട് യുവർ കിഡ്സ് ടു ബെഡ്. എത്ര മണിക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഉറക്കാറുള്ളത്? വാട്ട് ടൈം ഡു യു പുട്ട് യുവർ കിഡ്സ് ടു ബെഡ്. ഐ പുട്ട് മൈ കിഡ്സ് ടു ബെഡ് അറ്റ് 9. ഞാൻ 9 മണിക്കാണ് എൻ്റെ കുട്ടികളെ ഉറക്കാറുള്ളത്. ഐ പുട്ട് മൈ കിഡ്സ് ടു ബെഡ് അറ്റ് 9. നെക്സ്റ്റ്, ഹാവ് യു പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ്. കുട്ടികളെ നീ കിടത്തിയായിരുന്നു. ഹാവ് യു പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ്. നെക്സ്റ്റ്, ഐ വിൽ ഗിവ് യു എ കാൾ ആഫ്റ്റർ ഐ പുട്ട് ദ കിഡ്സ് ടു ബെഡ്. കുട്ടികളെ കിടത്തിയതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കാം. ഐ വിൽ ഗിവ് യു എ കാൾ ആഫ്റ്റർ ഐ പുട്ട് ദ കിഡ്സ് ടു ബെഡ്. നെക്സ്റ്റ്, ഐ ടക്ക് ദം ഇൻ വെൻ ഐ പുട്ട് ദം ടു ബെഡ്. എൻ്റെ കുട്ടികളെ ഉറക്കുമ്പോൾ ഞാൻ അവരെ ടക്ക് ചെയ്യാറുണ്ട്. ടക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അവരെ പുതപ്പിച്ചതിന് ശേഷം, അവരെ കിടത്തി പുതപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് തട്ടിക്കൊടുക്കില്ല പുതപ്പിൻ്റെ മുകളിൽ. അതിനെയാണ് നമ്മൾ പറയുന്നത് ടക്കെന്ന്. ഐ ടക്ക് ദം ഇൻ വെൻ ഐ പുട്ട് ദം ടു ബെഡ്. എൻ്റെ കുട്ടികളെ ഞാൻ കിടത്തുമ്പോൾ അവരെ ടക്ക് ചെയ്യാറുണ്ട്. ഡു യു ആൾവേസ് ടക്ക് ദം ഇൻ. നീ എപ്പോഴും അവരെ ടക്ക് ചെയ്യാറുണ്ടോ? യെസ്, അതെ. ഐ ആൾവേസ് ടക്ക് ദം ഇൻ. ഞാൻ അവരെ എപ്പോഴും ടക്ക് ചെയ്യാറുണ്ട്. ഇനി നമ്മളുടെ കുട്ടികളെ കിടത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഉറങ്ങുവാൻ പോകുക എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഉറങ്ങുവാൻ പോകുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് ഐ ഗോ ടു ബെഡ്. അല്ലെങ്കിൽ ഐ ഗെറ്റ് ഇൻ ബെഡ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം, ഐ ആം ഓഫ് ടു ബെഡ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്. എത്ര മണിക്കാണ് നീ കിടക്കാറുള്ളത്, ഉറങ്ങുവാൻ പോകാറുള്ളത്? വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്. ഐ ഗോ ടു ബെഡ് അറ്റ് 9:30. ഞാൻ 9:30 9:30 കിടക്കുവാൻ പോകുന്നത്. ഐ ഗോ ടു ബെഡ് അറ്റ് 9:30. നെക്സ്റ്റ്, ഇറ്റ്സ് ലേറ്റായി സോ ഐ നീഡ് ടു ഗോ ടു ബെഡ് നൗ. സോ അതുകൊണ്ട് എനിക്ക് കിടക്കുവാനായിട്ട് പോകണം. സോ ഐ നീഡ് ടു ഗോ ടു ബെഡ് നൗ. നെക്സ്റ്റ്, എവറി നൈറ്റ് ഐ ഗോ ടു ബെഡ് അറ്റ് 10 o'clock. എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ 10 മണിക്കാണ് കിടക്കുന്നത്. എവറി നൈറ്റ് ഐ ഗോ ടു ബെഡ് അറ്റ് 10 o'clock. നെക്സ്റ്റ്, ആഫ്റ്റർ ഫിനിഷിങ് മൈ ഹോംവർക്ക്. എൻ്റെ ഹോംവർക്ക് തീർത്താൽ ഉടനെ ഐ വിൽ ഗോ ടു ബെഡ്. ഞാൻ കിടക്കുവാനായിട്ട് പോകും. ഐ വിൽ ഗോ ടു ബെഡ്.
നെക്സ്റ്റ്, ഐ ആൾവേസ് ഫീൽ ബെറ്റർ ഇൻ ദ മോർണിംഗ് വെൻ ഐ ഗോ ടു ബെഡ് എർലി. നേരത്തെ കിടക്കുമ്പോൾ രാവിലെ എനിക്ക് നല്ല ഫീലിംഗ് തോന്നും. ഐ ആൾവേസ് ഫീൽ ബെറ്റർ ഇൻ ദ മോർണിംഗ് വെൻ ഐ ഗോ ടു ബെഡ് എർലി. നെക്സ്റ്റ്, ലെറ്റ്സ് ഗോ ടു ബെഡ്. നമുക്ക് കിടക്കുവാനായിട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ബെഡ്. ലെറ്റ്സ് ഗോ ടു ബെഡ് ഐ ആം എക്സോസ്റ്റഡ്. നമുക്ക് കിടക്കുവാനായിട്ട് പോകാം, ഞാൻ തളർന്നു പോയി. ലെറ്റ്സ് ഗോ ടു ബെഡ് ഐ ആം എക്സോസ്റ്റഡ്. നെക്സ്റ്റ്, ഐ ആം ഫീലിംഗ് സ്ലീപ്പി. എനിക്ക് ഉറക്കം വരുന്നു. ഷാൽ വി ഗോ ടു ബെഡ്. നമുക്ക് കിടക്കുവാനായിട്ട് പോയാലോ? ഷാൽ വി ഗോ ടു ബെഡ്. നെക്സ്റ്റ്, ഡിഡ് യു റിമെമ്പർ ടു ബ്രഷ് യുവർ ടീത്ത് ബിഫോർ യു ഗോ ടു ബെഡ്. നീ കിടക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് പല്ല് തേക്കുന്ന കാര്യം ഓർത്തായിരുന്നു. ഡിഡ് യു റിമെമ്പർ ടു ബ്രഷ് യുവർ ടീത്ത് ബിഫോർ യു ഗോ ടു ബെഡ്. ഓപ്സ്, ഐ ഫോർഗോട്ട്. ഞാൻ മറന്നുപോയി. താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. എന്നെ ഓർപ്പിച്ചതിന് നന്ദി. താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. നെക്സ്റ്റ്, ഐ ആം ഓഫ് ടു ബെഡ്. ഞാൻ കിടക്കുവാനായിട്ട് പോവുകയാണ്. ഐ ആം ഓഫ് ടു ബെഡ്. ഐ ആം ഫീലിംഗ് ടയേർഡ്. ഞാൻ തളർന്നു പോയി. സോ ഐ ആം ഓഫ് ടു ബെഡ് നൗ. അതുകൊണ്ട് ഞാൻ കിടക്കുവാനായിട്ട് പോവുകയാണ്. സോ ഐ ആം ഓഫ് ടു ബെഡ് നൗ. നെക്സ്റ്റ്, ഗുഡ് നൈറ്റ് എവരി വൺ. ഐ ആം ഓഫ് ടു ബെഡ്. നെക്സ്റ്റ്, ദ പാർട്ടി വാസ് ഫൺ. പാർട്ടി ഫണ്ണായിരുന്നു. ബട്ട് നൗ ഐ ആം ഓഫ് ടു ബെഡ്. പക്ഷെ ഞാനിപ്പോൾ കിടക്കുവാനായിട്ട് പോവുകയാണ്. ബട്ട് നൗ ഐ ആം ഓഫ് ടു ബെഡ്. ഇനി കിടന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ എഴുന്നേൽക്കുന്നവരൊക്കെ അവർ അലാം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. 5 മണിക്കും 4 മണിക്കും 6 മണിക്കുമൊക്കെ അലാം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ അലാം സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് സെറ്റ് മൈ അലാം ഫോർ. 2-3 സെൻറ്റൻസുകൾ നോക്കാം. വാട്ട് ഡു യു ഡു വെൻ യു ഗെറ്റ് ഇൻ ബെഡ്. നിങ്ങൾ കിടക്കുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡു വെൻ യു ഗെറ്റ് ഇൻ ബെഡ്. വെൻ ഐ ഗെറ്റ് ഇൻ ബെഡ് ഐ സെറ്റ് മൈ അലാറം. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അലാം സെറ്റ് ചെയ്ത് വെക്കും. വെൻ ഐ ഗെറ്റ് ഇൻ ബെഡ് ഐ സെറ്റ് മൈ അലാം. വാട്ട് ടൈം ഡു യു സെറ്റ് യുവർ അലാം ഫോർ. എത്ര മണിക്കാണ് നിങ്ങളുടെ അലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്? വാട്ട് ടൈം ഡു യു സെറ്റ് യുവർ അലാം ഫോർ. ഐ സെറ്റ് മൈ അലാം ഫോർ 7 AM. ഞാൻ 7 മണിക്കാണ് എൻ്റെ അലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഐ സെറ്റ് മൈ അലാം ഫോർ 7 AM. നെക്സ്റ്റ്, വാട്ട് ടൈം ഡിഡ് യു സെറ്റ് യുവർ അലാം ഫോർ. എത്ര മണിക്കാണ് നിങ്ങളുടെ അലാം സെറ്റ് ചെയ്ത് വെച്ചത്? വാട്ട് ടൈം ഡിഡ് യു സെറ്റ് യുവർ അലാം ഫോർ. ഐ സെറ്റ് മൈ അലാം ഫോർ 7 AM. 7 മണിക്കാണ് ഞാൻ എൻ്റെ അലാം സെറ്റ് ചെയ്ത് വെച്ചത്. ഐ സെറ്റ് മൈ അലാം ഫോർ 7 AM. നെക്സ്റ്റ്, വാട്ട് ടൈം ഷുഡ് ഐ സെറ്റ് മൈ അലാം ഫോർ. എത്ര മണിക്ക് എൻ്റെ അലാം സെറ്റ് ചെയ്യണം? വാട്ട് ടൈം ഷുഡ് ഐ സെറ്റ് മൈ അലാം ഫോർ. യു ഷുഡ് സെറ്റ് യുവർ അലാം ഫോർ 7:30 AM. നീ 7:30 നിൻ്റെ അലാം സെറ്റ് ചെയ്യണം. യു ഷുഡ് സെറ്റ് യുവർ അലാം ഫോർ 7:30 AM. നെക്സ്റ്റ്, വെൻ ഡു യു യൂഷ്വലി സെറ്റ് യുവർ അലാം. നിങ്ങളുടെ അലാം നിങ്ങൾ സാധാരണയായിട്ട് എപ്പോഴാണ് സെറ്റ് ചെയ്യാറുള്ളത്? വെൻ ഡു യു യൂഷ്വലി സെറ്റ് യുവർ അലാം. ഐ യൂഷ്വലി സെറ്റ് മൈ അലാം ഫോർ 6:30 AM. 6:30 ഞാൻ സാധാരണയായിട്ട് അലാം സെറ്റ് ചെയ്യാറുള്ളത്. ഐ യൂഷ്വലി സെറ്റ് മൈ അലാം ഫോർ 6:30 AM. നെക്സ്റ്റ്, വാട്ട് ഡിഡ് യു സെറ്റ് യുവർ അലാം ഫോർ. നിൻ്റെ അലാറം എന്തിനാണ് സെറ്റ് ചെയ്തത്? വാട്ട് ഡിഡ് യു സെറ്റ് യുവർ അലാം ഫോർ. ഐ സെറ്റ് മൈ അലാം ഫോർ ദ മീറ്റിംഗ് അറ്റ് 9 AM. 9 മണിക്കുള്ള മീറ്റിങ്ങിനായിട്ടാണ് ഞാൻ എൻ്റെ അലാം സെറ്റ് ചെയ്തത്. ഐ സെറ്റ് മൈ അലാം ഫോർ ദ മീറ്റിംഗ് അറ്റ് 9 AM. നെക്സ്റ്റ്, ക്യാൻ യു സെറ്റ് മൈ അലാം ഫോർ ടുമോറോ മോർണിംഗ്. നാളെ രാവിലത്തേക്ക് എൻ്റെ അലാറം ഒന്ന് സെറ്റ് ചെയ്യാമോ? ക്യാൻ യു സെറ്റ് മൈ അലാം ഫോർ ടുമോറോ മീറ്റിംഗ്. നെക്സ്റ്റ്, ക്യാൻ യു സെറ്റ് മൈ അലാം ഫോർ 6:30 AM. 6:30 എൻ്റെ അലാറം ഒന്ന് സെറ്റ് ചെയ്യാമോ? ക്യാൻ യു സെറ്റ് മൈ അലാം ഫോർ 6:30 AM. നെക്സ്റ്റ്, വെൻ ഡു യു വാണ്ട് മീ ടു സെറ്റ് യുവർ അലാം ഫോർ. നിങ്ങളുടെ അലാറം ഞാൻ എത്ര മണിക്ക് സെറ്റ് ചെയ്യണം? വെൻ ഡു യു വാണ്ട് മീ ടു സെറ്റ് യുവർ അലാം ഫോർ. ക്യാൻ യു സെറ്റ് ഇറ്റ് ഫോർ 6:30 AM പ്ലീസ്. നീ അത് 6:30 സെറ്റ് ചെയ്യാമോ? ക്യാൻ യു സെറ്റ് ഇറ്റ് ഫോർ 6:30 AM പ്ലീസ്. നെക്സ്റ്റ്, സെറ്റ് മൈ അലാം ഫോർ 6:30 AM. 6:30 എൻ്റെ അലാറം സെറ്റ് ചെയ്യൂ. സെറ്റ് മൈ അലാം ഫോർ 6:30 AM.